സ്വാഭാവികമായും വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞില്ല. അതിലൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നോക്കൂ, ലോകത്തെവിടെയെങ്കിലും ഒരു പുനരധിവാസം, ഒരു ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസം ഇത്രമേൽ ഭംഗിയായി നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഭരണപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യം. ലോകത്തെവിടെയെങ്കിലും ഒരൊറ്റ രാത്രി കൊണ്ട് 500 മനുഷ്യനില്ലാതായ സമയത്ത് അവനവനെല്ലാം തികഞ്ഞിട്ടല്ല, അവനവന് ബാക്കിയുള്ളതിൽ നിന്ന് ഒരു ചെറിയ സമൂഹം 700 കോടി രൂപ സിഎമ്മിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. കോടീശ്വരന്മാർ മാത്രമല്ല അങ്ങനെ ഒരു സംഭാവന ചെയ്തത്. ഇല്ലാത്തതിൽ നിന്ന് ബാക്കി വെച്ച സാധാരണക്കാരായ മനുഷ്യരടക്കമുള്ളവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതായത് ഇത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ബജറ്റിൽ നിന്ന് വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തതല്ല. ഇത് കേരളത്തിലെ ഓരോ ജനങ്ങളും വയനാടിൻ്റെ ദുഃഖത്തിനൊപ്പം നിൽക്കണം എന്ന ബോധ്യത്തിൽ നിന്ന് അവനവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതിൻ്റെ ബാക്കി മാറ്റിവെച്ച് കൊടുത്തൊരു ഫണ്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ പ്രോജക്റ്റാണ്. അത് നടപ്പിലാക്കുക, അതിന് മേൽനോട്ടം വഹിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് സർക്കാർ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ഒരാളെങ്കിലും ഏൽപ്പിക്കുകയും അവരത് നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന്. അതായത് ഇതൊരു അവകാശമാണ്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി അത് കൃത്യമായി പറയുന്ന സമയത്തിനുള്ളിൽ നടപ്പിലാക്കുക എന്നതിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്.